ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ നവോദയ ക്ലാസ്സിൽ ഗുണിതങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങൾ എല്ലാ അധ്യായങ്ങളിലും നമ്മൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് ഗുണിതങ്ങൾ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പഠിപ്പിച്ചു തരുന്നതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നാളെ എല്ലാവരും ചെയ്തുകൊണ്ട് ഒരാൾ മറക്കരുത്. നന്നായി ഈ ക്ലാസ് ശ്രദ്ധിക്കണം. ഒരു പാഠത്തിന് വേണ്ടിയല്ല, നമ്മൾ പഠിക്കുന്ന കണക്ക് പഠിക്കുന്നിടത്തോളം കാലം ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. എന്താണ് ഈ മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങൾ? അപ്പം 18 എന്ന് പറയുന്ന സംഖ്യയുടെ ഗുണിതങ്ങൾ. 18നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലും ഇപ്പോൾ 18 × 1 18 ഒന്നിൻ്റെ ഗുണിതമാണ് 18. 18ൻ്റെ ഒരു ഗുണിതമാണ് 1. അപ്പം 1ൻ്റെ ഗുണിതമാണ് 18. ഇപ്പം 3 × 2 = 6. ഇവിടെ 3 × 2 6 3ൻ്റെ ഗുണിതമാണ് 6. 2ൻ്റെ ഗുണിതമാണ് 6. അപ്പോൾ 3 × 2 രണ്ട് സംഖ്യകൾ തമ്മിൽ ഏതൊക്കെ? അപ്പം നമുക്ക് 8 ഗുണിക്കണം 5 40. 8 40ൻ്റെ ഗുണിതമാണ്, 5 40ൻ്റെ ഗുണിതമാണ്. ഓക്കെ, തിരിച്ചു പറഞ്ഞാൽ 5ൻ്റെ ഘടകമാണ് 8, 40ൻ്റെ ഘടകമാണ് 8, 40ൻ്റെ ഘടകമാണ് 5. ഇപ്പോൾ നമ്മൾ ഗുണിതങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളോട് 8ൻ്റെ ഒരു 5 ഗുണിതം എഴുതാൻ പറഞ്ഞാൽ 1 8 8 8ൻ്റെ ഗുണിതമാണ്. 2 16 അത് 8ൻ്റെ ഗുണിതമാണ്. 324 അത് 8ൻ്റെ ഗുണിതമാണ്. 4 8 32 അത് 8ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8, 2 കൊണ്ട് ഗുണിച്ചാൽ 16, 3 കൊണ്ട് ഗുണിച്ചാൽ 24, 4 കൊണ്ട് ഗുണിച്ചാൽ 32. ഇതാണ് ഗുണിതങ്ങൾ. ഇപ്പൊ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോൾ മൂന്നാമതൊരു സംഖ്യ നമുക്ക് കിട്ടും. ഇപ്പൊ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിച്ചപ്പോൾ മൂന്നാമതൊരു സംഖ്യ കിട്ടി. ഈ 18 1ൻ്റെ ഗുണിതമാണ്, 18 18ൻ്റെ ഗുണിതമാണ്. ഇപ്പോൾ 30 × 20 = 600. 30 600ൻ്റെ ഗുണിതമാണ്, 20 600ൻ്റെ ഗുണിതമാണ്. അപ്പം 30ഉം 20ഉം തമ്മിൽ ഗുണിച്ചാൽ 600 കിട്ടുമെങ്കിൽ 30 600ൻ്റെ ഗുണിതമാണ്, 20 600ൻ്റെ ഗുണിതമാണ്. അപ്പൊ ഗുണിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ക്ലാസ്സിൽ ഗുണിതങ്ങൾ എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പം ഒരു സംഖ്യ തന്നാൽ 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യയുടെ ഗുണിതമാണ് അത് എന്ന് പറയണം. ഉദാഹരണം ഞാൻ പറയാം. 50 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യയുടെ ഗുണിതമാണ്? 1 2 3 4 5 6 7 8 9. 10നെ നമുക്ക് ഒഴിവാക്കാം. നോക്കുക, 50 1ൻ്റെ ഗുണിതമാണ്. 1 കൊണ്ട് ഏതൊരു സംഖ്യയും ഹരിക്കാം. ഇനി 50 കൊണ്ട് 50നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 50ൻ്റെ ഒരു ഗുണിതമാണ് 1. 1 കൊണ്ട് 50നെ നിശേഷം റിമൈൻഡർ ഇല്ലാതെ നമുക്ക് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ പഠിച്ച മാർഗം എന്താ? ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം. ഇവിടെ 50ൻ്റെ അവസാനത്തെ അക്കം 0ആണ്. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് 50നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് 50 2ൻ്റെ ഗുണിതമാണ്. നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിവിസിബിൾ, അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് 3ൻ്റെ കാര്യം നോക്കാം. ഒരു സംഖ്യ 3ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് 5ഉം 0ഉം കൂട്ടുക. 5ഉം 0ഉം കൂട്ടിയാൽ 5. ഈ 5 3ൻ്റെ പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കണം. 3ൻ്റെ പട്ടികയിൽ 5 ഇല്ല. അപ്പോൾ 3 3ൻ്റെ ഗുണിതം അല്ല 50. 4 നോക്കാം. 4ൻ്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ നമ്മൾ പഠിച്ച മാർഗം ഒന്നെങ്കിൽ അവസാനം 2 പൂജ്യങ്ങൾ വരണം. ഇവിടെ 2 പൂജ്യങ്ങൾ വന്നിട്ടില്ല. അല്ലെങ്കിൽ അവസാനത്തെ 2 സംഖ്യയും ചേർത്ത് വായിച്ചാൽ 4ൻ്റെ പട്ടികയിൽ പെടണം. 4ൻ്റെ പട്ടികയിൽ 50 ഒഴുവോ? 10 4 40, 11 4 44,
12 4 48, 13 4 52. അതായത് 50നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഹരിച്ചു നോക്കാം നമുക്ക്. 50നെ 4 കൊണ്ട്. 5ൽ 4 ഒരു പ്രാവശ്യം, ഒരു 4 4. 10ൽ 4 2 പ്രാവശ്യം. ശിഷ്ടം ഉണ്ട്. ഒരു സംഖ്യയെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടെങ്കിൽ അത് ഗുണിതമല്ല. അപ്പോൾ 4 ഗുണിതമല്ല. 5ന്റെ ഗുണിതമാണോ എന്ന് നോക്കാം. 5ന്റെ ഗുണിതമാണെങ്കിൽ ഒന്നെങ്കിൽ അവസാനം 0 വരണം, അല്ലെങ്കിൽ അവസാനം 5 വരണം. 5ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ നമ്മൾ പഠിച്ച മാർഗം ഒന്നെങ്കിൽ അവസാനം 5, അല്ലെങ്കിൽ അവസാനം 0. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഗുണിതമാണ്. ഇവിടെ അവസാനം 0 വന്നിട്ടുണ്ട്, അതുകൊണ്ട് 5ന്റെ ഗുണിതമാണ്. 6ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ വേഗം ഒന്ന് 6 കൊണ്ട് ഹരിച്ചു നോക്കുക. 50നെ 6 കൊണ്ട്. 6 8 48, 2 ശിഷ്ടം. 6ന്റെ ഗുണിതമല്ല 50. 7ന്റെ ഗുണിതം 7 കൊണ്ട് വേഗം ഹരിച്ചു നോക്കണം. 50 7, 7 7 49, ശിഷ്ടം 3, ഗുണിതം അല്ല. 8ന്റെ ഗുണിതമാണോ എന്നറിയാൻ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കണം. 50 8, 6 8 40, 2 ശിഷ്ടം, ഗുണിതമല്ല. 9ന്റെ ഗുണിതമാണോ എന്നറിയാൻ 9 കൊണ്ട് ഹരിച്ചു നോക്കണം. 9ന്റെ പട്ടിക ചൊല്ലി നോക്കണം. 50 ചെറിയ സംഖ്യ ആയതുകൊണ്ട്, അല്ലെങ്കിൽ 50നെ നമുക്ക് 9 കൊണ്ട് ഹരിച്ചു നോക്കാം. 5 ശിഷ്ടം പറ്റി. അപ്പോൾ 50 എന്ന സംഖ്യയെ 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാം? നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് ഘടകമാണ്. അതായത് 2ന്റെ ഗുണിതമാണ് 50, 3ന്റെ ഗുണിതമല്ല. 1ന്റെ ഗുണിതമാണ് 50, 2ന്റെ ഗുണിതമാണ് 50, 3ന്റെ ഗുണിതമല്ല. 4ന്റെ ഗുണിതമല്ല. 5ന്റെ ഗുണിതമാണ് 50, 6ന്റെ ഗുണിതമല്ല. 7ന്റെ ഗുണിതമല്ല. 8ന്റെ ഗുണിതമല്ല. 9ന്റെ ഗുണിതമല്ല. അപ്പോൾ 50നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാം? 10ൽ താഴെയുള്ളത് 1 2 5. ഈ 1ഉം 2ഉം 5ഉം 50ന്റെ ഘടകങ്ങളാണ് എന്ന് കൂടി ഓർക്കണം. ഇനി വേറൊരു സംഖ്യ, അല്പം വലിയൊരു സംഖ്യ നോക്കാം. അപ്പൊ ഞാൻ തരുമ്പോൾ സംഖ്യയുടെ നേരെ, സംഖ്യയുടെ താഴെ. അപ്പോൾ ഒരു കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. 200ന്റെ എല്ലാ ഗുണിതങ്ങളും കാണുക. 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് 200നെ നിശേഷം ഹരിക്കാം? ഏതൊക്കെ സംഖ്യ നമുക്ക് എഴുതാം? 1 2 3 4 5 6 7 8 9. ഈ സംഖ്യകളിൽ 1 ഏത് സംഖ്യയും ഹരിക്കാം. അതുകൊണ്ട് 1ന് ഇവിടെ ശരിയിടണം. അവസാനം 0 ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. ഇതിനും ശരിയിടണം. അവസാനം 0 ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. അവിടെയും ശരിയിടണം. 2ഉം 0ഉം 2, 2ഉം 0ഉം 2. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 2 കിട്ടും. 3ന്റെ പട്ടികയിൽ 2 ഇല്ല, അതുകൊണ്ട് 3 ഗുണിതമല്ല. 4ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ അവസാനം 2 0 വന്നാൽ 4ന്റെ ഗുണിതമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6ന്റെ ഗുണിതത്തിന് വളരെ പെട്ടെന്ന് 200നെ ഒന്ന് 6 കൊണ്ട് ഹരിച്ചു നോക്കുക. 2 ശിഷ്ടം. 6ന്റെ ഗുണിതം അല്ല 200. 200നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. 7 ഗുണിതമാണോ എന്നറിയാൻ 7 കൊണ്ട് 200നെ ഒന്ന് ഹരിച്ചു നോക്കുക. 4 ശിഷ്ടം, കഴിയില്ല. 8 ഗുണിതമാണോ നോക്കാൻ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 'ശിഷ്ടം ഇല്ല. 8 ഗുണിതമാണ്. 9 ഗുണിതമാണോ എന്നറിയാൻ 9 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 2 ശിഷ്ടമുണ്ട്. 9 ഗുണിതമല്ല. 9ന്റെയും ഗുണിതമല്ല. അപ്പോൾ
200 1ന്റെ ഗുണിതമാണ്, 2ന്റെ ഗുണിതമാണ്, 4ന്റെ ഗുണിതമാണ്, 5ന്റെ ഗുണിതമാണ്, 8ന്റെ ഗുണിതമാണ്. 3ന്റെ ഗുണിതമല്ല, 6ന്റെ ഗുണിതമല്ല, 7ന്റെ ഗുണിതമല്ല, 9ന്റെ ഗുണിതമല്ല. ഇപ്പോൾ ഗുണിതങ്ങളെ കണ്ടെത്താൻ മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന സംഖ്യയെ 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സംഖ്യ 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യയുടെ ഗുണിതമാണ് എന്ന് കണ്ടെത്തും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായി കാണുന്ന വിചാരിക്കും. 10 ചോദ്യം ഇപ്പം ഞാൻ തരും. 10 നിങ്ങൾ നാളെ ചെയ്തു കൊണ്ടുവരണം. ചെയ്യേണ്ടത് തന്നെയാണെന്ന് മനസ്സിലായില്ലേ? ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 50 എന്ന് എഴുതുക. താഴെ 1 2 3 4 5 6 7 8 9 എന്ന് എഴുതുക. ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താം. 1 1ന്റെ ഗുണിതമാണ്, 2ന്റെ ഗുണിതമാണ്, 0 ആയതുകൊണ്ട് 5ന്റെ ഗുണിതമാണ്. ഇത് നമുക്ക് ഹരിച്ചു നോക്കണം. 3 കൊണ്ട് പറ്റുമെന്ന് പറയാം. 1ഉം 5ഉം 6. 3ന്റെ പട്ടികയിൽ 6 ഉണ്ട്, അതുകൊണ്ട് 3ന്റെ ഗുണിതമാണ്. നമുക്ക് 4ന്റെ ഗുണിതമാണെന്ന് അറിയാൻ വേഗം 150നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 4 3 4 12, 30 7 4 28. 2 ശിഷ്ടമുണ്ട്. 4ന്റെ ഗുണിതമല്ല. 6ന്റെ ഗുണിതമാണോ എന്നറിയാൻ 6 കൊണ്ട് വേഗം ഒന്ന് ഹരിച്ചു നോക്കുക. 150നെ 6 കൊണ്ട്. 6 12, 30 6 30. 6ന്റെ ഗുണിതം ആണ്. 7ന്റെ ഗുണിതമാണോ എന്നറിയാൻ 7 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 3 ശിഷ്ടം വരുന്നുണ്ട്. 7ന്റെ ഗുണിതമല്ല. 8ന്റെ ഗുണിതമാണോ എന്നറിയാൻ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 6 ശിഷ്ടം വരുന്നുണ്ട്. 8 ഗുണിതം അല്ല. 9ന്റെ ഗുണിതമാണോ എന്നറിയാൻ 9 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 6 ശിഷ്ടം വരുന്നുണ്ട്. അപ്പോൾ 50 150 10ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യയുടെ ഗുണിതമാണ്? 1ന്റെ ഗുണിതമാണ്, 2ന്റെ ഗുണിതമാണ്, 3ന്റെ ഗുണിതമാണ്, 5ന്റെ ഗുണിതമാണ്, 6ന്റെ ഗുണിതമാണ്. 4ന്റെ ഗുണിതമല്ല, 8ന്റെ ഗുണിതമല്ല, 9ന്റെ ഗുണിതമല്ല, 10ന്റെ ഗുണിതമല്ല. ഇങ്ങനെ സംഖ്യ എഴുതി താഴെ ഇങ്ങനെ എഴുതി 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും സൂത്രം ഉപയോഗിക്കുക. ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് ഹരിച്ചു നോക്കുക. ഓക്കെ, 10 ചോദ്യങ്ങൾ ഞാൻ തരാം. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 2 അരമണിക്കൂറെങ്കിലും പിടിക്കും. എല്ലാവരും വൃത്തിയായി ചെയ്യണം. നാളെ മാർക്കുണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നാളെ പരീക്ഷയും ഉണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും സംശയം വന്നാൽ പേരന്റിന്റെ സഹായത്തോടെ ഇന്നെല്ലാവരും ചെയ്തിട്ട് വേണം നാളെ വരാൻ. കൂടെ ഒരു കാര്യം കൂടി പേരൻസ് ഓർക്കണം. നമ്മുടെ ആദ്യത്തെ അടയ്ക്കാനുള്ള ഫീസ് 2500 രൂപ ചില പേരൻസ് അടച്ചിട്ടില്ല. നിർബന്ധമായും നാളെ അത് കൊടുത്തു വിടാൻ ഓർക്കണം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കുറച്ച് പേരൻസ് ചെയ്യാണ്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അടച്ച ഫീസ് കണക്ക് ബുക്കിൻ്റെ അവസാനത്തെ പേജിൽ ഞാൻ അടച്ചത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി കൊടുത്തു വിടണം. ഒരു പേരൻറ്റും അത് മറന്നു പോകരുത്. കുട്ടികൾ ഓർക്കില്ല, നിങ്ങൾ തന്നെ ഓർക്കണം. നിങ്ങളുടെ കണക്ക് ചെയ്യുമ്പോൾ കണക്ക് ചെയ്യുന്ന ഭാഗത്തിൻ്റെ താഴെ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചാൽ മതി. ഒരു പേരൻറ്റും അത് മറന്നു പോകരുത്. അതേപോലെ 2500 ആക്കാൻ ബാക്കിയുള്ളവർ നിർബന്ധമായും 2500 ആക്കാൻ എത്രയാണോ വേണ്ടത് അത് നാളെ കൊടുത്തയക്കണം. ഓക്കെ, നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉള്ളതാണ്. ധാരാളം പാഠഭാഗങ്ങളുണ്ട്. ഒരു കുട്ടിയും നാളെ ആബ്സെന്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളുടെയും നവോദയ അഡ്മിഷൻ ഓക്കെ ആയിട്ടുണ്ട്. നവോദയയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഫീസായിട്ട് നമ്മൾ അഡ്മിഷൻ ഹാൾ ടിക്കറ്റിൻ്റെയും നമ്മൾ ചെയ്തതിൻ്റെയും കൂടി ഒരു കുട്ടി 40 രൂപയാണ് കൊടുക്കേണ്ടത്. ആ 40 രൂപ എല്ലാവരും നാളെ കൊടുത്തു വിടണം. കൂടെ എൻ്റെ അടുത്ത് നല്ലാണ്ട് കമ്പ്യൂട്ടർ സെൻറ്ററിലും ചെയ്തവർ കമ്പ്യൂട്ടർ സെൻറ്ററിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഹാൾ ടിക്കറ്റ് സ്വന്തമാണ് എടുക്കേണ്ടത്. ആ സമയത്ത് അവർ 50 രൂപ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ 50 രൂപ കൊടുത്തിട്ടുണ്ടാകും, അന്നേരവും 50 രൂപ കൊടുക്കണം. ഞാൻ ചെയ്തവർ രണ്ടിനും കൂടി കൊടുക്കേണ്ടത് 40 രൂപയാണ്. അത് നാളെ എല്ലാവരും കൊടുത്തയക്കാൻ ഓർക്കണം. ഓക്കെ, താങ്ക് യു.